നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും മൈ ഹോം മൈ ഹെവൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കുമ്പളപ്പള്ളി വാരാഹി ദേവി ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ വാരാഹി ദേവി മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുമ്പളപ്പള്ളി ശ്രീ വാരാഹി ദേവി ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കണിച്ചുകുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന കുമ്പളപ്പള്ളി വാരാഹി ദേവി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കുമ്പളപ്പള്ളി ശ്രീ വാരാഹി ദേവി ക്ഷേത്രത്തിലെ സാന്നിധ്യങ്ങൾ: സർവ ഐശ്വര്യദായിനിയായ സർവദുരിത നിവാരണിയായ സാക്ഷാൽ ശ്രീ വാരാഹി ദേവി, ഒപ്പം ആദിപരാശക്തിയുടെ സപ്തഭാവങ്ങൾ ബ്രാഹ്മണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി. കാവലാളായി ഗണപതിയും വീരഭദ്രനും, ശിവചൈതന്യത്തോടു കൂടിയ വീരഭദ്രൻ, യോഗീശ്വരൻ അയ്യപ്പൻ, തത്തുല്യ പ്രാധാന്യത്തോടെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും, സകലതിനും സാക്ഷിയായി കാവലും ആയി സർപ്പദൈവങ്ങളും. കുമ്പളപ്പള്ളി വാരാഹി ദേവി ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പൗരാണികതയെക്കുറിച്ചും ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഒരു രാജ്യത്തിൻ്റെ ദേവതയായി ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെട്ടിട്ടുള്ള മൂർത്തിരൂപമാണ് ശ്രീ വാരാഹി ദേവി. ധനധാന്യ ഐശ്വര്യത്തിൻ്റെ സിദ്ധരൂപം. പ്രകൃതിക്ഷോഭമുൾപ്പെടെ അമാനുഷികവും മാനുഷികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ജനതയെ കാക്കുന്ന സർവരക്ഷാ കവചധാരണി. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് വാരാഹി ദേവിക്ക്. ചോള സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലയളവിലാകണം നമ്മുടെ നാട്ടിൽ ദേവിയുടെ ആരാധന എത്തിയത്. AD 1200-കളിൽ ആ സാമ്രാജ്യത്തിൻ്റെ അസ്തമയത്തോടെ എങ്ങനെയോ മഹത്തായ അതീവ വിശേഷമായ ആ ആരാധനാക്രമം ഒളിമങ്ങി. അങ്ങനെ നോക്കുമ്പോഴും 1000 വർഷത്തോളം പഴക്കമുണ്ടാകും നമ്മുടെ ഈ ദേവസ്ഥാനത്തിന്. എന്നാൽ കലികാലത്തെ അതിജീവിക്കുവാൻ ദേവീ വരപ്രസാദം കൂടിയേ തീരൂ എന്ന പ്രകൃതിയുടെ തിരിച്ചറിവാകാം നൂറ്റാണ്ടുകളായി ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന അത്യപൂർവമായ ഈ ദൈവസങ്കേതത്തിൻ്റെ നവോത്ഥാനത്തിന് കാരണം. നമ്മളിൽ ഏറിയ പങ്കും അഭീഷ്ടവരദായിനിയായ അമ്മയെ തേടിയെത്തുന്നത് ഏതെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാകും. സഗുണാത്മകമായിട്ട് എന്നാൽ നിത്യവരദായിനി അമ്മയുടെ കാൽക്കൽ സ്വയം സമർപ്പിക്കുന്നവരെ അമ്മ തന്നോടണച്ചു നിർത്തും. പക്ഷേ ഒരുപാട് പരീക്ഷിക്കും. സാധാരണക്കാരായ നമ്മൾ 1 or 2 വട്ടം കഴിയുമ്പോൾ അതിൽ അതിജീവിക്കാതെ അടുത്ത ഇടം തേടും. പ്രാർത്ഥന ഇഷ്ടകാര്യസിദ്ധിക്കായുള്ള ഒരു ഉപായമല്ല, അതൊരു ജീവിത രീതിയാണ്, അഥവാ അത് ശ്വാസം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം പിന്നെ ലോകത്തിലെ ഒരു വിപത്തിനും നമ്മെ തൊടാനാവില്ല. വാരാഹി ദേവിയിലേക്കുള്ള ശരിയായ പ്രയാണം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ആ പരിശുദ്ധിയിലേക്കാണ്. നെയ്വിളക്ക് ദേവിക്ക് ഏറ്റവും പ്രധാനമാകുന്നതും മേൽപ്പറഞ്ഞ ശുദ്ധീകരണം എന്ന പ്രക്രിയ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ. ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, എണ്ണയിട്ട് കത്തിക്കുന്ന ദീപപ്രഭ നെയ്വിളക്കിനില്ല. കാരണം അവിടെ ഒരു ഉരുകലുണ്ട്. ആ സ്വയം ഉരുകി തെളിനീരാകുമ്പോൾ ദേവീ കടാക്ഷം. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കാലദോഷമില്ലാതാക്കാൻ ആർക്കും കഴിയില്ല. കാരണം ആ തീച്ചുളവേവാണ് ഓരോ മനുഷ്യനെയും അവനായി വാർത്തെടുക്കുന്നത്. ഈശ്വര ഭജനം ആ കാലദോഷ പ്രയാണത്തിൽ വീഴാതെ, തളരാതെ, ഇടറാതെ നമ്മെ അക്കരെ എത്തിക്കും. വാരാഹി ദേവി ഭജനം വിശിഷ്യ നമ്മെ കവചമായി ലക്ഷ്യത്തിലെത്തിക്കും. വേണ്ടത് അടിയുറച്ച വിശ്വാസവും അല്പം ക്ഷമയും. മനസ്സുരുകി വിളിച്ചാൽ ദേവി സാന്നിധ്യം നമ്മളിലേക്കും എത്തും. അതിൻ്റെ തെളിവാണ് ഇന്ന് ഓരോ ഭക്തനും അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭക്തന് കിട്ടുന്ന, മനസ്സിന് കിട്ടുന്ന ആശ്വാസവും ആ ഭക്തൻ്റെ കണ്ണീരൊപ്പുന്ന ദേവി കടാക്ഷവും. ദേവിയുടെ ഇഷ്ടവഴിപാടുകൾ ശ്രീകര മന്ത്രാർച്ചന, നെയ്വിളക്ക്, വാരാഹി മന്ത്രാർച്ചന എന്നിവയാണ്. ഓരോ ഭക്തനും തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ ദേവിയുടെ നടക്കൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേവിയുടെ കടാക്ഷവും ദേവിയുടെ അനുഗ്രഹവും ആ ഭക്തനിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണിച്ചുകുളങ്ങര, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കണിച്ചുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്.
കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രത്തിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായുള്ള വഴി എൻ്റെ ചാനലിൻ്റെ ലിങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. എല്ലാ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന ആഗ്രഹത്തോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.